സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേര് സ്വന്തമാക്കിയ രാജ്യമാണ് ബ്രിട്ടൻ. എന്നാൽ ഇന്ന് അതിന് ഒരു പ്രസക്തിയുമില്ല എന്ന് പറയേണ്ടി വരും. ഇന്ന് രാഷ്ട്രത്തിന്റെ പ്രധാന ലക്ഷ്യം എങ്ങനെയെങ്കിലും സാമ്പത്തികമായി സ്ഥിരത ഉറപ്പാക്കുക എന്നാണ്. ബ്രിട്ടീഷുകാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നൊരു സ്വപ്നമായിരുന്നു. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു ബ്രിട്ടീഷുകാർ. എന്നാൽ ഇന്നത്തെ സ്ഥിതി വളരെയധികം ദയനീയമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഷട്ടർ വീണ കാലഘട്ടമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധവും അതേ തുടർന്ന് അമേരിക്കയുടെ വളർച്ചയും. ഇതോടെ പൂർണ്ണമായി ബ്രിട്ടൻ പിന്നിലേക്ക് മാറിയെന്നും തന്നെ പറയാം. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ സാമ്പത്തികമായി എങ്ങനെയെങ്കിലും മുന്നിലേക്ക് എത്തിക്കുക എന്നാണ്. ഇതുകൂടാതെ വിദേശ നിക്ഷേപം നേടാൻ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ബ്രിട്ടന്റെ മുന്നിലേക്കാണ് ഒരു ഓഫർ വന്നിരിക്കുന്നത്. പരിശോധിക്കാം. ഖത്തർ ഭരണകൂടത്തിലുള്ള പ്രതീക്ഷ അധികാരമേറ്റ വേളയിൽ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിലൊന്നായ ഖത്തറിന്റെ നിക്ഷേപം ബ്രിട്ടന് കരുത്താകുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. ദ്വിദിന സന്ദർശനത്തിനെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിക്ക് ലണ്ടനിൽ ലഭിച്ച സ്വീകരണം ആ കൊച്ചു GCC രാജ്യത്തിന് ബ്രിട്ടൻ നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു. അമീറിനൊപ്പം പത്നി ഷൈഖ ജവഹർ ബിൻ ഹമദ് ബിൻ സുഹൈം ആൽത്താനിയും ബ്രിട്ടനിൽ എത്തിയിരുന്നു. രാജകീയ സ്വീകരണമാണ് ഇരുവർക്കും ലഭിച്ചത്. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചായിരുന്നു ഖത്തർ അമീർ ലണ്ടനിൽ എത്തിയത്. ചാൾസ് രാജാവിന് പുറമെ പ്രധാനമന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, സൈനിക ഓഫീസർമാർ എന്നിവരും അമീറിനെ സ്വീകരിക്കാനെത്തിയിരുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ രാജാവും പത്നിയും പ്രത്യേക വിരുന്ന് അമീറിനും കുടുംബത്തിനുമായി ഒരുക്കിയിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലും സന്ദർശനം നടത്തിയ ശേഷമാണ് ഷെയ്ഖ് തമീമിന്റെ മടക്കം. അമീർ വന്നതിന്റെ ഗുണം ബ്രിട്ടന് ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ബ്രിട്ടനിൽ $130 കോടി നിക്ഷേപിക്കാൻ ഖത്തർ തീരുമാനിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയാണ് ഈ തുക പ്രധാനമായും ഉപയോഗിക്കുക. ഒരു ഭാഗം റോൾസ് റോയ്സ് കമ്പനിക്ക് ലഭിക്കും. ബ്രിട്ടന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക മേഖലയ്ക്കും അമീറിന്റെ സന്ദർശനം ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സ്റ്റാർമർ പ്രതീക്ഷ പങ്കുവച്ചെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കാൻ ഖത്തറിന്റെ നിക്ഷേപം സഹായിക്കും. ബ്രിട്ടനിലും ഖത്തറിലും കാലാവസ്ഥാ സാങ്കേതിക വിദ്യയുടെ കേന്ദ്രം തുടങ്ങാനും ആലോചനയുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സാങ്കേതിക വിദ്യ ഇരു രാജ്യങ്ങളും കൂടുതലായി ഉപയോഗിക്കും. ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം. വർദ്ധിച്ചു വരുന്ന കാർബൺ ബഹിർഗമനം അന്തരീക്ഷ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയ്ക്ക് കോട്ടം വരുത്താത്ത സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതിന് സഹായിക്കുന്ന പദ്ധതിയാണ് ഖത്തറും ബ്രിട്ടനും ചേർന്ന് ഒരുക്കുന്നത്. നേരത്തെ ബ്രിട്ടനിൽ വൻകിട നിക്ഷേപം നടത്തിയ രാജ്യമാണ് ഖത്തർ. ഖത്തർ അതോറിറ്റി വഴിയാണ് വിദേശ രാജ്യങ്ങളിൽ ഖത്തർ നിക്ഷേപം നടത്താറുള്ളത്. ലണ്ടനിലെ കാനറി വാർഫ് ബിസിനസ് ഡിസ്ട്രിക്റ്റിന്റെ ഉടമ ഖത്തറാണ്. മാത്രമല്ല ഷാഡ് അംബർ ചുംബിയുടെ മുതലാളിയും ഖത്തർ തന്നെ. ഹീത്രോ വിമാനത്താവളത്തിന്റെ വലിയൊരു ഭാഗം ഓഹരിയും ഖത്തറിനാണ്. അതുകൊണ്ട് തന്നെയാണ് കെയർ സ്റ്റാർമർ അധികാരമേറ്റ ഉടനെ ഖത്തറിനെ പോലുള്ള രാജ്യങ്ങളുടെ നിക്ഷേപമാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ ഒരു നിക്ഷേപം ബ്രിട്ടനിലേക്ക് ഖത്തർ നടത്തുമ്പോൾ ഇത് പ്രചോദനമാക്കി മറ്റു രാജ്യങ്ങൾ ബ്രിട്ടനിൽ അധികം വിശ്വാസ്യത പുലർത്തുമെന്ന പ്രതീക്ഷയും സ്റ്റാർമറിനുണ്ട്. സാമ്പത്തിക ഭദ്രത ആണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം. അതിനുവേണ്ടി തന്നെയാണ് ഈ ഓട്ടപ്പാച്ചിലുകളും.